നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കീപ്പിംഗ് ഡിസീസസ് അവേ അല്ലെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അസുഖങ്ങളാണ്. പകരുന്ന അസുഖങ്ങൾ കണ്ടേജിയസ് ഡിസീസ്, പകരാത്ത അസുഖങ്ങൾ നോൺ കണ്ടേജിയസ് ഡിസീസ്. അതിൽ തന്നെ നമുക്ക് ആരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? നമ്മുടെ ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട്, വൈറസ് ഉണ്ടാക്കുന്നുണ്ട്, ഫംഗസ് ഉണ്ടാക്കുന്നുണ്ട്, പ്രോട്ടോസോവ ഉണ്ടാക്കുന്നുണ്ട്, വേംസ് വിരകൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് പകരാത്തതാണെങ്കിൽ ജനിതക രോഗങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഓരോരുത്തരായിട്ടുള്ള റാറ്റ് ഫീവർ, എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയരോഗം, നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഡിസീസസ്, ഫംഗസ് ആണെങ്കിൽ റിംഗ് വാം അല്ലെ വട്ടച്ചൊറി, പിന്നെ നമ്മുടെ അത്ലറ്റിക്സ് ഫുഡ്. പിന്നെ പ്രോട്ടോസോവ ഉണ്ടാക്കുന്നതാണ് മലേറിയ, അതുപോലെ തന്നെ വിരകൾ ഉണ്ടാക്കുന്നതാണ് ഫൈലേറിയാസിസ്. ആൻഡ് ഇവിടെ നമ്മുടെ ജനിതക രോഗങ്ങളുണ്ട്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ക്യാൻസർ, ആൻഡ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി രോഗങ്ങൾ. പിന്നെ എങ്ങനെയാണ് അസുഖങ്ങൾ പകരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കഫിങ്ങിലൂടെ, സ്നീസിങ്ങിലൂടെ, അതുപോലെ തന്നെ നമ്മൾ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ, കണ്ടാമിനേറ്റഡ് ആയ മലിനമായ ഭക്ഷണം കഴിക്കുമ്പോൾ വെക്ടേഴ്സ് അല്ലെങ്കിൽ വാഹകരിലൂടെയൊക്കെ നമുക്ക് അസുഖങ്ങൾ പകരും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കാം? നമ്മുടെ ബാക്ടീരിയൽ ഡിസീസസ് 3 ആൾക്കാരെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എലിപ്പനി അല്ലെങ്കിൽ റാറ്റ് ഫീവർ. അപ്പോൾ എലിപ്പനി അല്ലെങ്കിൽ റാറ്റ് ഫീവറിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ഇത് നമ്മുടെ ഡോഗിൻ്റെയും റാറ്റിൻ്റെയും മൂത്രത്തിലൂടെ, യൂറിനിലൂടെ അവരെവിടെയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്തുകയും അവർ റിലീസ് ചെയ്യുന്ന ടോക്സിൻ എന്തൊക്കെ കാരണമാകും? ഇന്റേണൽ ബ്ലീഡിങ്, ആന്തരിക രക്തസ്രാവം, പിന്നെ പനി ഉണ്ടാകും, തലവേദന ഉണ്ടാകും, ദെൻ മസിൽ പെയിൻ, പേശീവേദന ഉണ്ടാകും, കണ്ണൊക്കെ നല്ല ചുവന്ന നിറത്തിലാകും. ഇങ്ങനത്തെയുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് റാറ്റ് ഫീവർ ആണ്. അടുത്തതാണ് നമ്മുടെ ഡിഫ്തീരിയ. ഡിഫ്തീരിയനെ നമ്മൾ ഡിഫ്തീരിയ തന്നെയാണ് പറയുക. ബാക്ടീരിയയുടെ പേരാണ് കോറിനിയ ബാക്ടീരിയം ഡിഫ്തീരിയ. പേര് തന്നെയുണ്ട് ബാക്ടീരിയയുടെ പേര്. ഓക്കെ, ഇത് പകരുന്നത് നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഈ ബാക്ടീരിയ എവിടെ എത്താണ്? നമ്മുടെ മൂക്കിലും അതുപോലെ തൊണ്ടയിലും, നമ്മുടെ ത്രോട്ടിലും നോസിലും എത്തും. ഇവിടെ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന ടോക്സിൻസ് നമ്മളുടെ ഈ ത്രോട്ടിൽ എന്തുണ്ടാകും? മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാവും അല്ലേ? മൂക്കിലും അതുപോലെ തന്നെ ത്രോട്ടിലും ഒക്കെ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടാവും, മ്യൂക്കസ് ശ്ലേഷ്മസ്തരം. ഈ ശ്ലേഷ്മസ്തരത്തിന് ഈ ഒരു ടോക്സിൻ വിഷവസ്തുക്കൾ നശിപ്പിക്കുമ്പം അവരിങ്ങനെ കണ്ടു ഒരു ആഷ് കളേർഡ് ആയിട്ടുള്ള ചാര നിറത്തിലുള്ള ഒരു തിക്ക് കോട്ടിങ് ഉണ്ടാക്കും. ഓക്കെ, ഇത് നമുക്ക് എന്തുണ്ടാകും? തൊണ്ടവേദന ഉണ്ടാക്കും, അതുപോലെ തന്നെ ഫീവർ ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫ് നോഡുകളിൽ വീക്കം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇത് പതിയെ പതിയെ നമ്മുടെ മസ്തിഷ്കം, ബ്രെയിനിനെയും ഹാർട്ടിനെയും അതുപോലെ തന്നെ നമ്മളുടെ കിഡ്നീനെയും ഒക്കെ ബാധിക്കും. അപ്പം ഈ അസുഖം വരാതിരിക്കാൻ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ബാധിക്കാത്ത കോശങ്ങൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ആൻറ്റി ടോക്സിനുകൾ ഉപയോഗിക്കാം. ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസുഖമാണ് നമ്മളുടെ ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ഷയരോഗം. ചുമയ്ക്കുക, ഇങ്ങനെ ചുമയ്ക്കുക. പല തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് ഓർത്ത് വെക്കുക മക്കളെ, മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പോൾ ഇതും എങ്ങനെയാണ്? നമ്മുടെ ഡിഫ്തീരിയ പകരുന്ന അതേ രീതിയിലാണ്. രോഗി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമാണ് തൊട്ടടുത്തുള്ള ആളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ലങ്സിനെയാണ്. ഓക്കെ, ആദ്യം നമ്മുടെ ലങ്സിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ചുമ. ഈ ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ചുമയാണ്. അതിന് കാരണം ലങ്സിനെ ബാധിക്കുന്നതുകൊണ്ടാണ്. പതിയെ നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ കിഡ്നി, ഓക്കെ എവിടെ മസ്തിഷ്കം, നമ്മുടെ കിഡ്നി, പിന്നെ നമ്മുടെ ജോയിൻസിനെ, അതുപോലെ നമ്മുടെ അസ്ഥികളെയൊക്കെ ഈ രോഗം ബാധിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുക? ഈ അസുഖത്തിനെതിരായിട്ടുള്ള വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. BCG ആണ് വാക്സിൻ്റെ പേര്. പിന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ശരീരഭാരം കുറയുക, വെയിറ്റ് ലോസ് ഉണ്ടാവുക, നമുക്ക് ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരിക്കും. ദെൻ പെർസിസ്റ്റൻറ്റ് കഫ്, ഇടയ്ക്കിടയ്ക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ തുമ്മുക. ഓക്കെ, തുടർച്ചയായ ചുമ, ഭയങ്കര ചുമയായിരിക്കും, നിർത്താതെയുള്ള ചുമയായിരിക്കും, പെർസിസ്റ്റൻറ്റ് തുടർച്ചയായ ചുമ. ഓക്കെ, ശരീരഭാരം കുറയുക, അതുപോലെ തന്നെ ക്ഷീണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന 3 അസുഖങ്ങൾ, അവരുടെ ലക്ഷണങ്ങൾ. പിന്നെ നമ്മുടെ വൈറസിലേക്ക് വരുമ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ നമ്മുടെ HIV ആണ്. HIV വൈറസ് പരത്തുന്ന എയ്ഡ്സ് ആണ്. ഇതൊരു കണ്ടീഷനാണ്. നമ്മുടെ ശരീരത്തിലെ T ലിംഫോസൈറ്റുകളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവുകയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു അസുഖമാണ് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് പകരുന്ന 4 രീതികളൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കാം മക്കളെ. നമ്മുടെ രോഗമുള്ള ഒരാളുടെ കൂടെയുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, സെക്ഷൽ കോൺടാക്റ്റിലൂടെ, ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ്, അണുബാധയുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക്, അതുപോലെ തന്നെ നമ്മൾ നീഡിൽസും സിറിഞ്ചസും ഉപയോഗിക്കുന്നതിലൂടെ, ആൻഡ് അണുബാധയുള്ള ആൾക്കാരുടെ നമ്മുടെ ബ്ലഡോ ഓർഗൻസോ അവയവങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് വരും. പിന്നെ എങ്ങനെ പകരില്ല എന്നുള്ളത് തൊട്ട് കഴിഞ്ഞാൽ, ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരേ പൂളിൽ കുളിച്ചാൽ ഒന്നും വരില്ല.
ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ്. ഒരു കരൾ രോഗമാണ്. നമ്മുടെ ലിവർ ഇൻഫ്ലമേറ്റഡ് ആവുകയാണ്, കരൾ വീങ്ങുകയാണ് അല്ലേ. ഇത് വൈറസ് കാരണം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ലിവർ ഇൻഫ്ലമേറ്റഡ് ആകുമ്പോൾ, കരൾ വീക്കം ഉണ്ടാകുമ്പോൾ ബൈൽ, ലിവർ ഉണ്ടാക്കുന്നതാണ് ബൈൽ അല്ലേ, പിത്തരസം, ഇതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അപ്പോൾ ഇത് ഒഴുക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബൈലിലുള്ള ഒരു പിഗ്മെൻ്റാണ്, ബൈലിലുള്ള ഒരു വർണ്ണ വസ്തുവാണ് നമ്മളുടെ ബിലിറൂബിൻ. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഓരോ കളർ കൊടുക്കാൻ ഓരോ പിഗ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ക്ലോറോഫിൽ ഒരു പിഗ്മെൻ്റാണ്, അതുപോലെ ബൈലിലുള്ള ഒരു പിഗ്മെൻ്റാണ് ബിലിറൂബിൻ. ഇത് രക്തത്തിൽ അളവ് കൂടും, കാരണം ഒഴുകാൻ പറ്റുന്നില്ലല്ലോ, അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു ബിലിറൂബിൻ നമ്മുടെ കണ്ണിൻ്റെ മഞ്ഞയുള്ള ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ഇതുപോലെ എന്താവുന്നത്, മഞ്ഞ നിറം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ഇതിൻ്റെ ലക്ഷണം കരളിൽ ഉണ്ടാകുന്ന വീക്കം, അതുപോലെ ശ്ലേഷ്മസ്തരം മ്യൂക്കസ് മെംബ്രെയിനിൽ കണ്ണിൻ്റെ വെള്ളയിലൊക്കെ ഇത് അടിഞ്ഞു കൂടുന്നതാണ് ലക്ഷണം കാണിക്കുന്നത്. പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം നമ്മുടെ ഫംഗൽ ഡിസീസസ്, ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ നമുക്ക് റിംഗ് വേമോ അതുപോലെ തന്നെ എത്ലറ്റിസ് ഫൂട്ടും. റിംഗ് വേം എന്ന് പറഞ്ഞാൽ വട്ടച്ചോറി. ഇവിടെ ഈ ലക്ഷണങ്ങളാണ് മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ലക്ഷണം തന്നിട്ട് അസുഖം എഴുതാൻ പറയും, അല്ലെ അസുഖം തന്നിട്ട് ലക്ഷണം എഴുതാൻ പറയും. 1 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ റെഡ് റൗണ്ട് ബ്ലിസ്റ്റേഴ്സ്, ഓക്കെ, തിണർപ്പുകളായിട്ട്, ചുവന്ന വട്ടത്തിലുള്ള തിണർപ്പുകളായിട്ട് കാണുന്നത് വട്ടച്ചൊറിയാണ്. നമുക്ക് കാൽപാദങ്ങൾക്കിടയിലും വിരലുകൾക്ക് ഇടയിലൊക്കെ ആയിട്ട് ചൊറിച്ചിലുണ്ടാക്കുന്ന റെഡ് സ്കെയിലി റാഷസ് ആണെങ്കിൽ, ചൊറിച്ചിലുണ്ടാക്കുന്ന ശൽക്കങ്ങളാണെങ്കിൽ എത്ലറ്റിസ് ഫൂട്ടാണ്. പിന്നെ നമുക്ക് പറയുന്നത് നമ്മുടെ മലേറിയ. ഓക്കെ, മലേറിയ എന്ന് പറയുമ്പോൾ ആരുണ്ടാക്കുന്നതാണ്? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവ ഉണ്ടാക്കുന്നതാണ്. ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്ന വെക്ടറാണ് നമ്മളുടെ അനോഫിലസ് പെൺകൊതുക്. നിങ്ങൾ മാൻ എന്ന് പഠിച്ചാൽ മതി എന്ന് മിസ് പറഞ്ഞു അല്ലേ, മലേറിയ അനോഫിലസ്. ഓക്കെ, ഈ ഒരു കൊതുകാണ് ഈ അസുഖം പരത്തുന്നത്. ആൻഡ് ലക്ഷണങ്ങൾ എന്താ? വിറയലോട് കൂടിയ ഭയങ്കര പനി, ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, അതുപോലെ തന്നെ പ്രൊഫ്യൂസ് സ്വെറ്റിങ്, ഇങ്ങനെ വെട്ടി വീർക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ. അതിനോട് അനുബന്ധിച്ച് നമുക്ക് തലവേദന, ഛർദി, വോമിറ്റിംഗ്, അതുപോലെ തന്നെ ഡയേറിയ, അനീമിയ, ഇനി ഒന്നും വേണ്ട അല്ലേ. ഈ 3 അസുഖങ്ങൾ വന്നാൽ തന്നെ നമ്മൾ തീർന്നു. അതിൻ്റെ കൂടെ തലവേദനയും വോമിറ്റിങ്ങും ഡയേറിയയും ഒക്കെ വയറിളക്കമൊക്കെ വന്നാലോ ഒട്ടും സുഖമായിരിക്കില്ല, ഭയങ്കര സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ മന്ദരോഗം. ഓക്കെ, മന്ദരോഗം ഉണ്ടാക്കുന്നത് ഫൈലേറിയൽ വേംസ് ആണ്, അല്ലെങ്കിൽ ഫൈലേറിയൽ വിരകളാണ്. ഓക്കെ, അപ്പോൾ ഇതും പരത്തുന്ന ഒരു കൊതുകാണ്. പക്ഷേ കൊതുകിൻ്റെ പേര് ക്യുലെക്സ് എന്നാണ്. നമുക്ക് FC എന്ന് ആലോചിക്കണമെന്ന് മിസ് പറഞ്ഞില്ലേ, FC ഫ്രൈഡ് ചിക്കൻ, FC ഗോവ, FC കേരള എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത് ക്യുലെക്സ് മൊസ്കിറ്റോ ആണ്. അപ്പോൾ ഇതെന്താ പറ്റുന്നത്? ഈ വിരകളുടെ ലാർവ, ഓക്കെ, അവരുടെ ലാർവ എന്ത് ചെയ്യും? നമ്മുടെ ലിംഫ് ഡക്ട്, ലിംഫ് വാഹിയിൽ വന്ന് പെരുകും, മൾട്ടിപ്ലൈ ചെയ്യും. അവിടെ ലിംഫിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആവും. ലിംഫിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആകുമ്പോൾ ലിംഫ് ഇങ്ങനെ കെട്ടിക്കിടന്ന് നമ്മുടെ കാലിങ്ങനെ ലിംഫ് എന്താ പറയുക, ലിംഫ് വെസൽ ഇങ്ങനെ സ്വെല്ല് ചെയ്യും. അങ്ങനെയാണ് ഇതുണ്ടാവുന്നത്. ലിംഫ് ഡക്ട് എന്ത് ചെയ്യാണ്? ഫ്ലോ തടസ്സപ്പെടുമ്പം ലിംഫ് ഡക്ട് സ്വെല്ല് ചെയ്യാണ്, വീർക്കുന്നതാണ് നമ്മുടെ മന്ദരോഗം അല്ലെ ഫൈലേറിയാസിസ്. ആൻഡ് നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഓഫ് ദിസ് ചാപ്റ്റർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ആൻഡ് ക്യാൻസർ. പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വെച്ച് വിചാരിക്കുന്നു. നമ്മളുടെ ജനിതക രോഗങ്ങളല്ലേ, ജനറ്റിക് ഡിസീസാണ്. അപ്പോൾ ജീൻ ഡിഫക്റ്റ് ആണ് ഇതിന് കാരണം. ഓക്കെ, അപ്പോൾ ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹീമോഫീലിയ നമ്മുടെ രക്തം കട്ട പിടിക്കാത്ത ഒരവസ്ഥയാണ് അല്ലേ. രക്തം എന്തുകൊണ്ട് കട്ട പിടിക്കുന്നില്ല? കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ജീൻ തകരാറിലായി. ജീൻ തകരാറിലായപ്പോൾ പ്രോട്ടീൻ ഉണ്ടാകുന്നില്ല. പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് രക്തം കട്ട പിടിക്കുന്നില്ല. ഓക്കെ, അപ്പം അതിന് നമുക്കൊരു പെർമനൻറ്റ് ക്യൂർ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജനിതക രോഗമാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ എന്താ ചെയ്യുക? ആ പ്രോട്ടീൻ ഏതാണെന്ന് തിരിച്ചറിയുക, പേഷ്യൻറ്റിൽ കുത്തിവെക്കുക. ആൻഡ് അടുത്തതാണ് നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ. ഈ ഒരു ചിത്രം എക്സാമിന്, മിസ്സും സിക്കിൾ സെൽ അനീമിയ മാച്ചാണ് അല്ലേ, എക്സാമിന് തരും. നമ്മുടെ RBC, അരുണ രക്താണുക്കളുടെ ഷേപ്പ് ഇങ്ങനെ സിക്കിൾ ഷേപ്പായി. എന്തുകൊണ്ട് ഈ ഷേപ്പായി? ഇതിനകത്തുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ജീനിന് തകരാറ് സംഭവിച്ചു. അപ്പോൾ അമിനോ ആസിഡുകളുടെ ക്രമീകരണം, ഡിഫോമിറ്റി ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്, അമിനോ ആസിഡുകളുടെ ക്രമീകരണം തെറ്റിയപ്പോൾ എന്തായി? പ്രോട്ടീൻ്റെ ഷേപ്പ് മാറി. പ്രോട്ടീൻ എന്തായി? ഇങ്ങനെ വളഞ്ഞു വന്നു, സിക്കിൾ ഷേപ്പായി. ഇങ്ങനെ സിക്കിൾ ഷേപ്പായപ്പോൾ നമ്മുടെ RBCക്ക്, അരുണ രക്താണുക്കൾക്ക് ഓക്സിജനെ കൊണ്ടുപോകാനുള്ള സംവഹന ശേഷി കുറഞ്ഞു. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? ഇവിടേക്ക് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട്, നമ്മുടെ ബ്ലഡ് വെസൽസിലെല്ലാം കെട്ടിക്കിടന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കും. ഓക്കെ, രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. ആൻഡ് ലാസ്റ്റാണ് നമ്മളുടെ ക്യാൻസർ അല്ലേ. നമ്മളുടെ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനം, അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് കോശങ്ങൾ ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് വിഭജിക്കുന്നു, നിയന്ത്രണമില്ലാതെ വിഭജിക്കുന്നു?
ആൻസർ സിമ്പിളാണ്. പല കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ, പാരിസ്ഥിതിക ഘടകങ്ങൾ, സ്മോക്കിംഗ്, പുകവലി ഒരു കാരണമാണ്, വികിരണം, റേഡിയേഷൻ, വൈറസ്, പിന്നെ നമ്മുടെ ഹെറിഡിറ്റി. ഇതെല്ലാം കൊണ്ട് ഈ സെൽസിന് കൺട്രോൾ നഷ്ടപ്പെടാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ ഭയങ്കരമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ചികിത്സ പറയുന്നത്? കീമോതെറാപ്പി, വികിരണ ചികിത്സ, രാസ ചികിത്സ, റേഡിയേഷൻ തെറാപ്പി, സർജറി, നമ്മുടെ ശസ്ത്രക്രിയയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ക്യാൻസർ എപ്പോഴും നേരത്തെ തിരിച്ചറിയുന്നത് നല്ലതാണ് എന്ന് പറയാൻ കാരണം, നേരത്തെ തിരിച്ചറിഞ്ഞാണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് വെച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ ഇത് നമ്മുടെ രക്തത്തിലൂടെയും ലിംഫിലൂടെയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും സാധാരണ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ക്യാൻസർ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇനി നമ്മുടെ അടുത്തതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ജീവിതശൈലി രോഗങ്ങൾ. ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് മക്കളെ വരിക. പ്രമേഹം, ഡയബറ്റിസ്, നിങ്ങൾക്ക് അറിയാം ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ തന്നെ കണ്ടോ, നമ്മുടെ ലിവറിൽ ഫുൾ ഫാറ്റ് അടിഞ്ഞിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴൽ പൊട്ടി, അത് അവിടെ ഫാറ്റൊക്കെ അടിഞ്ഞു കൂടിയിട്ട്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് നമ്മുടെ സാധാരണ രക്തക്കുഴലിൻ്റെ വീതി. ഇത്രയും ഡയമീറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ഡയമീറ്റർ കുറയുന്ന അവസ്ഥ, അപ്പോൾ പ്രഷർ അവിടെ കൂടും. അതാണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന് ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം കൊണ്ടുപോകുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറി എന്ന് കണ്ട ഹാർട്ട് അറ്റാക്ക് ആലോചിക്കണേ. കൊറോണറി ആർട്ടറിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ എന്തായി? ബ്ലോക്ക് ആയപ്പോൾ ഹാർട്ട് മസിൽസിന് ഓക്സിജൻ കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ബ്ലോക്ക് ദ ബ്ലഡ് ഫ്ലോ, ഹാർട്ടിലെ മസിൽസിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടുന്നില്ല, ഫ്ലോ ബ്ലോക്കായി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് നമ്മുടെ സ്മോക്കിംഗ്, അല്ലേ? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരവസ്ഥയാണ്. ഈ സ്മോക്കിംഗ് ചെയ്താൽ നമ്മുടെ പല ഓർഗൻസിനെയും ബാധിക്കും. നമ്മുടെ ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക്, അതുപോലെ തന്നെ നിക്കോട്ടിനോട് ഒരു അഡിക്ഷൻ ഉണ്ടാകും. ലങ്സിലാണെങ്കിൽ ലങ് ക്യാൻസർ ഉണ്ടാകും, എംഫിസിമ ഉണ്ടാകും, ബ്രോങ്കൈറ്റിസ് ഉണ്ടാകും. ആൻഡ് ഹാർട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക, നമ്മുടെ ആ ഒരു എന്താ പറയുക ബ്ലഡ് പ്രഷർ കൂടുക, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ സ്മോക്കിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ പ്ലാന്റ് ഡിസീസസും അനിമൽ ഡിസീസസും. അപ്പോൾ പ്ലാന്റ് ഡിസീസസിൽ നമുക്ക് 3 ആൾക്കാർ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഉണ്ട്. അനിമൽസ് ആണെങ്കിൽ 2 എണ്ണേ ഉള്ളൂ, ബാക്ടീരിയയും അതുപോലെ തന്നെ വൈറസും. ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് ആന്ത്രാക്സ്, ഇത് മനുഷ്യന്മാരിലേക്ക് പകരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, പിന്നെ അകിട് വീക്കം, ഇൻഫ്ലമേഷൻ ഓഫ് അഡർ. ദെൻ വൈറസ് ഉണ്ടാക്കുന്നതാണ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കുളമ്പ് രോഗം. ആൻഡ് അനിമൽസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് മലയാളം ഇംഗ്ലീഷും കൂടി ഉള്ളതുകൊണ്ട് വലുതായിട്ട് തോന്നുന്നതാണ്, ആക്ച്വലി സിമ്പിളാണ്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബ്ലൈറ്റ് രോഗം, ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി. അതുപോലെ തന്നെ നമ്മുടെ ബ്രിഞ്ചോൾ വാടിപ്പോവുക, ഇത് കണ്ടോ, ഇതാണ് ബ്ലൈറ്റ് രോഗം, ബ്ലൈറ്റ്. പിന്നെ ബ്രിഞ്ചോളിൻ്റെ വാട്ടർ രോഗം, വിൽട്ടിംഗ് ഡിസീസ് ഇൻ ബ്രിഞ്ചോൾ. ആൻഡ് നമ്മളുടെ വൈറസ് ഉണ്ടാക്കുന്നതാണ് മൊസൈക്ക് ഡിസീസ്. നമ്മുടെ പയറിലും അതുപോലെ തന്നെ മരച്ചീനിയിലും കണ്ട ഒരു മൊസൈക്ക് പാറ്റേൺ. ലീഫ് സാധാരണ ഫുൾ ഗ്രീൻ അല്ലേ വേണ്ടേ, പക്ഷേ ഇതൊരു മൊസൈക്ക് പാറ്റേൺ ആണ്. അവിടെ എവിടെ ഗ്രീൻ, അവിടെ എവിടെ മഞ്ഞ, അങ്ങനത്തെ ഒക്കെ ഒരു കളർ. പിന്നെ വരുന്നതാണ് നമ്മളുടെ വാഴയിലെ കുറുനാമ്പ് രോഗം. ഓക്കെ, വാഴയിലെ കുറുനാമ്പ് രോഗം നമ്മൾ പറയും ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ആൻഡ് ലാസ്റ്റ് ഫംഗസ് ഉണ്ടാക്കുന്നതാണ് ക്വിക്ക് വിൽട്ടിൻ പെപ്പർ. പെപ്പർ പെട്ടെന്ന് വാടിപ്പോയി. അതുപോലെ തന്നെ കൂമ്പ് ചീയൽ, നമ്മുടെ ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട് കണ്ടോ ഇങ്ങനെ ചീഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ കീപ്പിംഗ് ഡിസീസസ് അവേ, അല്ലെങ്കിൽ അകറ്റി നിർത്താൻ രോഗങ്ങളെ, ഈ ചാപ്റ്റർ സെറ്റായില്ലേ മക്കളെ?